وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رسولا يتلو عليكم آيات الله مبينات ليخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور. ومن يؤمن بالله ويعمل صالحا يدخله جنات تجري من تحتها الأنهار خالدين فيها أبدا. قد أحسن الله له رزقا. الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിന്റെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദിൽ അധിഷ്ഠിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, മുഖ്ലിസുകളിൽ, മുഹ്സിനീങ്ങളിൽ, മുഫ്ലിഹീങ്ങളിൽ അല്ലാഹു തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 65-ാം അധ്യായമായ സൂറത്തു ത്വലാഖിലെ അവസാന 2 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സോടുകൂടെ 65-ാം അധ്യായം അവസാനിക്കുകയാണ്. കഴിഞ്ഞ 3 ആയത്തുകളിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത് റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ, ആ വിധിവിലക്കുകൾ അനുസരിക്കാതെ നമുക്ക് തോന്നിയതുപോലെ നാം ജീവിച്ചാൽ, അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ട് അത് കൃത്യമായി അനുസരിക്കാതെ അത് നമുക്ക് തോന്നിയതുപോലെ വളച്ചു കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന നാം സ്വീകരിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് നൽകുന്ന ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് 8-9 ആയത്തുകൾ. അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിച്ചിട്ടുള്ള മുൻ സമുദായങ്ങൾക്ക് ദുനിയാവിലും നാളെ പരലോകത്തും ശക്തമായ ശിക്ഷകൾ നേരിടേണ്ടി വരും. ദുനിയാവിൽ ഒരുപാട് ശിക്ഷകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ മുൻഗാമികൾ. അതോടുകൂടെ പരലോകത്ത് അതിശക്തമായ ശിക്ഷയാണ് അത്തരം ആളുകളെ കാത്തിരിക്കുന്നത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി. മുൻഗാമികളുടെ ഈ കാര്യം അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്നതുപോലെയുള്ള ശിക്ഷ ദുനിയാവിൽ വരും. നാളെ പരലോകത്ത് ഭയാനകരമായ ശിക്ഷയാണ് ഉണ്ടാവുക എന്നാണ് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയത്. വളരെ കടുത്ത ശിക്ഷ അവരെ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട്. അവയുടെ കാര്യത്തിന്റെ ആ ശിക്ഷയുടെ ദുഷ്ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്തു, ആസ്വദിക്കുക തന്നെ ചെയ്തു. അവയുടെ കാര്യത്തിന്റെ പര്യവസാനം ഏറെ നഷ്ടമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞു,
ആ രാജ്യക്കാർക്ക് അല്ലാഹു തആല കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു നാളെ പരലോകത്ത്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ, യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ബുദ്ധിയുള്ള വിശ്വസിച്ച ആളുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റ. ഖദ് അൻസലല്ലാഹു ഇലൈക്കും. അല്ലാഹു നിങ്ങളിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് ദിക്റ, കൃത്യമായ ഉത്ബോധനം. അല്ലാഹു ഈ ഉത്ബോധനം നമ്മിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് അത് അംഗീകരിക്കാനാണ്, അനുസരിക്കാനാണ്, നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനാണ്. റബ്ബ് തആല നമ്മോട് പറയുന്ന ദിക്റുകളെ, ആ ഉത്ബോധനങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ അതിശക്തമായ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പരലോകത്ത്. മാത്രവുമല്ല, ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെയുള്ള ശക്തമായിരിക്കുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, റസൂലൻ യത്ലു അലൈക്കും ആയാതില്ലാഹ്. ഖദ് അൻസലല്ലാഹു ഇലൈക്കും, നിങ്ങളിലേക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട് ദിക്റ, ഉത്ബോധനം. റസൂലൻ, അതായത് ഒരു റസൂല്. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഉത്ബോധനം നിങ്ങൾക്ക് കിട്ടിയത്? റസൂലൻ, അതായത് ഒരു റസൂല്. യത്ലു അലൈക്കും, നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുന്ന ഒരു റസൂല്. എന്തിനെ പാരായണം ചെയ്തു തരുന്നു? ആയാത്തില്ലാഹ്, അല്ലാഹുവിന്റെ ആയത്തുകളെ, അല്ലാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾക്ക് ഓതി തരുന്ന ഒരു റസൂല്. എങ്ങനെയുള്ള ആയത്തുകളാണ്? മുബയ്യിനാത്തിൻ, വളരെ വ്യക്തമായ, വ്യക്തമാക്കുന്നു, വിവരിക്കുന്നതായ അല്ലാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതി തന്നു റസൂല്. ലിയുഖ്രിജ, പുറപ്പെടുവിക്കാൻ വേണ്ടി, അല്ലദീന ആമനു, വിശ്വസിച്ചതായ ആളുകളെ പുറപ്പെടുവിക്കാൻ വേണ്ടി, അസ്സാലിഹാത്തി വഅമിലുസ്സാലിഹാത്ത്, ലിയുഖ്രിജല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് അല്ലാഹു തആല ഈ ആയത്തുകളൊക്കെ 114 അധ്യായങ്ങളിലൂടെ ആയിരക്കണക്കിന് വരുന്ന ആയത്തുകൾ എന്തിനാണ് അല്ലാഹു തആല നമുക്ക് ഇറക്കി തന്നത്? പ്രിയപ്പെട്ട പ്രവാചകൻ എന്തിനാണ് അത് നമുക്ക് ഓതി തന്നത്? അതാണ് പറയുന്നത്, സത്യവിശ്വാസികളാകുന്ന ആളുകളും അതുപോലെ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ്. എന്തിൽ നിന്ന്? മിനല്ലുലുമാത്ത്, അന്ധകാരത്തിൽ നിന്ന്, ലുലുമാത്ത്, ഇരുട്ടുകളിൽ നിന്ന്, ഇലന്നൂർ, നൂറ് പ്രകാശം, ഇലന്നൂരി, പ്രകാശത്തിലേക്ക്. അപ്പൊ എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധമായിരിക്കുന്ന വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്? എന്തിനാണ് ദിക്റിനെ, ഉത്ബോധനം നമുക്ക് ഇറക്കി തന്നത്? അതിന്റെ ഉത്തരമാണ് പറയുന്നത്. എന്താണത്? ലിയുഖ്രിജല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി മിനല്ലുലുമാത്തി ഇലന്നൂർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്, കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അപ്പൊ ഇരുട്ടുകളിൽ മുങ്ങിത്തപ്പുന്ന ആളുകൾ എന്ത് ചെയ്യണം? എങ്ങോട്ട് പോകണം? ഒന്നും അറിയാതെ ഒരു ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയില്ലേ? ആ ഇരുട്ടിൽ തപ്പുന്ന ആളുകൾക്ക് കൃത്യമായ വെളിച്ചമാണ് ഖുർആൻ. വിശുദ്ധമായ ഖുർആൻ അത് നമുക്ക് വെളിച്ചമാണ്, അത് നമുക്ക് ശാന്തിയാണ്, അത് നമുക്ക് സമാധാനമാണ്. എവിടെയും നമുക്ക് പതറേണ്ട സാഹചര്യം വരില്ല വിശുദ്ധ ഖുർആൻ നാം കൃത്യമായി പഠിച്ചാൽ. തുടർന്ന് അല്ലാഹു പറയാം, വമൻ യുഅ്മിൻ ബില്ലാഹ്, ആര് അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ, വയഅമൽ സ്വാലിഹാ, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ. ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ച ഒരു വിഷയമാണ്. ത്വലാഖിന്റെ വിഷയം പറഞ്ഞു. എപ്പോഴാണ് ത്വലാഖ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞു. ആരാണ് ത്വലാഖ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞു. അവരുടെ ഇദ്ദയെ കുറിച്ച് പറഞ്ഞു. വളരെ കൃത്യമായ ത്വലാഖുമായി, വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. അത് അള്ളാഹുവിന്റെ പരിധിയാണ്, അത് നിങ്ങൾ ലംഘിക്കരുത് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പരിധി ലംഘിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അതിശക്തമായ ശിക്ഷകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചത്, നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അവസാനം അല്ലാഹു തആല പറയുന്നത്, വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹാ, അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുകയും
വയഅമൽ സ്വാലിഹ, അള്ളാഹും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വാലിഹുൽ അമാലുകൾ, സൽപ്രവർത്തനങ്ങൾ, നല്ല കാര്യങ്ങൾ അത് ചെയ്യുകയും ചെയ്താൽ യുദ്ഖിൽഹു അവനെ പ്രവേശിപ്പിക്കുന്നതാണ് ജന്നാത്തിൻ പല സ്വർഗങ്ങളിൽ. സ്വർഗത്തിലല്ല, ഒരുപാട് സ്വർഗങ്ങളുണ്ട്. സ്വർഗത്തിന്റെ വിവിധങ്ങളായിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. ആ സ്വർഗങ്ങളിൽ അവനെ പ്രവേശിപ്പിക്കും. തജ്രി മിൻ തഹ്തിഹാ, അതിന്റെ അടിയിൽ കൂടി നടക്കുന്നുണ്ട്, ഒഴുകുന്നുണ്ട് അൻഹാർ, നദികൾ. ആ സ്വർഗത്തിന്റെ അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്നു. അങ്ങനെയുള്ള സ്വർഗങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കും. ആരെ? അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് സ്വർഗമുണ്ട്. ഇനി ആ സ്വർഗത്തിലുള്ള അവസ്ഥയോ ഖാലിദീന ഫീഹാ, അതിൽ അവർ നിത്യവാസികളാണ്. അബദൻ, എക്കാലവും അതിൽ അവർ ശാശ്വതരാണ്. ഒരിക്കലും ആ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരേണ്ടി വരില്ല. പുറത്തേക്ക് വരുന്ന ഉണ്ടാവുകയില്ല. ആ സ്വർഗത്തിലുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും അനുഭൂതികളും ആസ്വദിച്ചുകൊണ്ട് സ്ഥിരമായി ആ സ്വർഗത്തിൽ അവർക്ക് വസിക്കാൻ കഴിയും. അബദ, എക്കാലവും. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, ഖദ് അഹ്സനല്ലാഹു, അള്ളാഹു തീർച്ചയായും നന്നാക്കി വെച്ചിട്ടുണ്ട്, ലഹു അങ്ങനെയുള്ളവന്, റിസ്ഖ ആഹാരം. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു റിസ്ഖ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള ആളുകൾക്ക്? അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന്റെ തായ്ഭാഗത്തിലൂടെ അരുവി ഒഴുകുന്നുണ്ട്. ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളാണ്. ഒരിക്കലും പുറത്തു വരേണ്ടി വരില്ല. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖ, അള്ളാഹു അങ്ങനെയുള്ളവന് ഉപജീവനം നന്നാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഉപജീവനമാണ്. ഒരുപാട് ഇതിനു മുമ്പുള്ള പല സൂറത്തുകളിലൂടെ, സൂറത്തു റഹ്മാനിലും അതുപോലെയുള്ള പല സൂറത്തുകളിലൂടെ സ്വർഗത്തിലുള്ള അനുഭൂതികളെ കുറിച്ച്, സൂറത്തുൽ വാഖിഅയിലൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചതാണ്. സ്വർഗത്തിലുള്ള ഭക്ഷണങ്ങളെ കുറിച്ച്, അനുഭൂതികളെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച്, അവിടുത്തെ വെള്ളത്തെക്കുറിച്ച് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു അവിടെ നല്ല ഉപജീവനം നന്നാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്തരം ഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച് വിശുദ്ധ ഖുർആൻ അംഗീകരിച്ച് അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ എത്തിച്ചേരുവാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനത്തെ ആയത്ത്, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുൻ, അല്ലാഹു അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്, ഖലഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലാഹുല്ലദീ ഖലഖ സൃഷ്ടിച്ചവനത്രേ അല്ലാഹു, സൃഷ്ടിച്ചവനാണ് അല്ലാഹു. എന്തിനെ സൃഷ്ടിച്ചു? സബ്അ സമാവാത്, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. 7 ആകാശങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വിവിധ ഇടങ്ങളിൽ പറഞ്ഞതാണ്. 7 ആകാശങ്ങളുണ്ട്. പക്ഷേ ഈ 7 ആകാശങ്ങൾ ഏതെല്ലാമാണ്, അതിന്റെ രൂപം എങ്ങനെയാണ് അതൊന്നും നമുക്കറിയില്ല. ശാസ്ത്ര ലോകത്തിന് പോലും പലതും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രം കണ്ടെത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് 7 ആകാശമില്ല എന്ന് നമ്മൾ പറയാനും പാടില്ല, അങ്ങനെ വിശ്വസിക്കാനും പാടില്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലാഹ് പറഞ്ഞതാണ്. ആകാശങ്ങളെ പടച്ചത് റബ്ബാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത് എന്ത്? സബ്അ സമാവാത്, 7 ആകാശങ്ങളുണ്ട്. 7 ആകാശങ്ങളുണ്ട്. പലരും ഒരു തെറ്റായ ധാരണയുണ്ട്. എന്താണത്? ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകാശങ്ങള് 7 ആകാശമുണ്ട് എന്ന് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് 7 ആകാശമില്ല, ഒറ്റ ആകാശമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പാടില്ല. നമ്മൾ ഖുർആൻ നിഷേധികളായി മാറും. ഒരാകാശമില്ലോ വേറെ ആകാശമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞു സബ്അ സമാവാത്, 7 ആകാശങ്ങളുണ്ട്. ആ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചത് ആരാകുന്നു? റഹ്മാനായ റബ്ബാൻ. മനസ്സിലായില്ലേ? വമിനൽ അർളി, അതേ പ്രകാരം ഭൂമിയിൽ നിന്നും, മിസ്ലഹുന്ന അവയെപ്പോലെ തന്നെ, അവയുടെ അത്ര തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലൂടെ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞതുപോലെ അതേപോലെ 7 ഭൂമിയെ സൃഷ്ടിച്ചു എന്നോ 7 ഭൂമി എന്നോ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. എന്നാൽ ഭൂമി എത്രണ്ണമുണ്ട്? 7 ഭൂമിയുണ്ട്. അതാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വമിനൽ അർളി മിസ്ലഹുന്ന, വമിനൽ അർളി മിസ്ലഹുന്ന, ഭൂമിയിൽ നിന്ന് തന്നെ അവയെ പോലെ, ഏതുപോലെ? 7 ആകാശം പോലെ ഭൂമിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു.
അപ്പൊ 7 ആകാശങ്ങളുണ്ട്, 7 ഭൂമിയുമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഹദീസുകളിലൂടെ 7 ഭൂമിയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി പഠിപ്പിച്ചതായി പല പല ഹദീസുകളിലും നമുക്ക് കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കാണാം, മൻ ളലമ ഖദറ ശിബിരിൻ മിനൽ അർളി, ഒരാൾ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഒരാളുടേത് ആക്രമിച്ചെടുത്തു. ഒരു ചാണാണ് എന്ത് ചെയ്തത്? ഒരാളുടെ ഭൂമി അക്രമത്തിലൂടെ അവന്റെ കൈക്കലാക്കി മാറ്റിയത്, അവന്റേതാക്കി മാറ്റി. അവനിക്കറിയാം ഇത് എന്റേതല്ല, മറ്റൊരാളുടേതാണ്, അയൽപക്കത്തുള്ള അല്ലെങ്കിൽ കുടുംബത്തിന്റെ. അങ്ങനെ അവൻ കവർന്നെടുത്തു. ഒരു ചാൺ ഭൂമി കവർന്നെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, 7 ഭൂമികളിൽ നിന്നുമായി അത് അവന് മാലയിടപ്പെടും. 7 ഭൂമികളിൽ നിന്നുമായി അത് അവന് മാലയിടപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒരു ഭൂമിയിൽ നിന്ന് ഒരു ചാണാണ് എടുത്ത്, അതുകൊണ്ട് 7 ഭൂമിയിലൂടെ അത്രയും ഭാഗം അവന്റെ കണ്ടാഭരണമായി, അവന്റെ മാലയായി ചാർത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസുകളിൽ കാണാവുന്നതാണ്. അപ്പൊ ഹദീസുകളിൽ നിന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം 7 ഭൂമിയുണ്ട്. അതേ പ്രകാരം വിശുദ്ധ ഖുർആനിന്റെ വമിനൽ അർളി മിസ്ലഹുന്ന എന്നതിൽ നിന്നും മനസ്സിലാകുന്നത് 7 ഭൂമിയുണ്ട് എന്നാണ്. അപ്പൊ 7 ആകാശങ്ങളെയും അതുപോലെയുള്ള ഭൂമിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ യതനസ്സലുൽ അംറു ബൈനഹുന്ന, യതനസ്സലു ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, അൽ അംറു കൽപ്പന, ബൈനഹുന്ന അവക്കിടയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ കൽപ്പനകൾ ആകാശഭൂമികൾക്കിടയിൽ കൃത്യമായ റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. റഹ്മാനായ റബ്ബ് എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ദുനിയാവിൽ മുഴുവനും സംഭവിക്കുന്നത്. ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ, ആകാശങ്ങളുടെയും ഭൂമിയിലുടെയും ഇടയിലാകട്ടെ, എന്തെല്ലാം ലോകത്ത് നടക്കുന്നുണ്ടോ എല്ലാം അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ കൽപ്പന അനുസരിച്ചാണ് എല്ലാം നടമാടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അറിയാതെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും അവന്റെ അധികാരങ്ങളും ഇല്ലാതെ ലോകത്ത് ഒരു കാര്യവും, ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ അതിന്റെ ഇടയിലാകട്ടെ, ലോകത്ത് ഒരു കാര്യവും അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ, അവന്റെ അറിവില്ലാതെ, റഹ്മാനായ റബ്ബറിയാതെ ലോകത്ത് ഒന്നും നടക്കുകയില്ല. എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് റഹ്മാനായ റബ്ബാണ് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്. യതനസ്സലുൽ അംറു ബൈനഹുന്ന, അല്ലാഹു എല്ലാ അവക്കിടയിൽ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ലിതഅലമൂ, നിങ്ങൾ അറിയുവാൻ വേണ്ടി. എന്തറിയാൻ വേണ്ടി? ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും റഹ്മാനായ റബ്ബിന്റെ കൽപ്പനയോടുകൂടെയാണ്. അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങുന്നുണ്ട്, അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം നിങ്ങളെ അറിയിക്കുന്നത്? ലിതഅലമൂ, നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് മനുഷ്യരെ. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തിനാണ് റബ്ബ് തആല നമ്മോട് ഇത് പറയുന്നത്? അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു അറിയാതെ ഒരു വസ്തുവും ചലിക്കുന്നില്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിചാരങ്ങൾ പോലും അല്ലാഹു അറിയുന്നുണ്ട്. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. വഅന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഖദ് അഹാത, വലയം ചെയ്തിട്ടുണ്ട്, ബികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെ കുറിച്ചും, ഇൽമാ, അറിവിനാൽ. അല്ലാഹു അറിവ് കൊണ്ട് എല്ലാ വസ്തുവേയും വലയം ചെയ്തിരിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം ലിതഅലമൂ, നിങ്ങൾ അറിയുവാൻ വേണ്ടിയാണ് ഇതെല്ലാം നിങ്ങളെ അറിയിക്കുന്നത്. ആകാശങ്ങളെ കുറിച്ച് 7 ആകാശങ്ങളുണ്ട്, 7 ഭൂമിയുണ്ട്. ഇതൊക്കെ എന്തിനാ അല്ലാഹു തആല നമ്മൾ അറിയിക്കുന്നത്? എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? സ്വർഗത്തെക്കുറിച്ച്, സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച്, മുൻഗാമികളാകുന്ന അള്ളാഹുവിനെ നിഷേധിച്ചിട്ടുള്ള ആളുകൾക്ക് വന്ന ശിക്ഷകളെ കുറിച്ച്, ഇതൊക്കെ അല്ലാഹു തആല എന്തിനാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്തിനാണ് അല്ലാഹു തആല നമ്മൾ അറിയിക്കുന്നത്? വെറുതെ വായിച്ചു പോകാനാ? വെറുതെ കേട്ടു പോകാനാ? അല്ല, അതിന്റെ കൃത്യമായ ലക്ഷ്യമാണ് അല്ലാഹു തആല പറയുന്നത്. ലിതഅലമൂ, നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അറിവ് കൊണ്ട് എല്ലാ വസ്തുവേയും അവൻ വലയം ചെയ്തിരിക്കുന്നു. എല്ലാം അള്ളാഹുവിന്റെ അറിവിന്റെയും അവന്റെ ഉദ്ദേശത്തിന്റെയും അവന്റെ ലക്ഷ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ലോകത്ത് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. എല്ലാത്തിന്റെയും സൃഷ്ടാവനാണ്. എല്ലാ വസ്തുക്കളുടെയും എല്ലാത്തിന്റെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അതിന്റെ ഭരണകർത്താവ് റഹ്മാനായ റബ്ബാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവനെല്ലാം അറിയുന്നുണ്ട്. ഈ പരമാർത്ഥം
ഈ യാഥാർത്ഥ്യം പ്രിയപ്പെട്ട മനുഷ്യരെ ഏത് സമയത്തും നിങ്ങൾ ഓർക്കണേ, നിങ്ങൾ അറിയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ട് ഒരു സെക്കൻഡ് പോലും ഭൂമി പുറത്ത് ജീവിക്കരുതേ മനുഷ്യരെ എന്ന ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഞാൻ അറിയിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതറിയാൻ നമുക്ക് കഴിയണം. വെറും കേൾക്കൽ മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ കഴിയണം, അള്ളാഹുവിനെ ഭയപ്പെടാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബെന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. എവിടേക്ക് പോകുമ്പോഴും അള്ളാഹു തആല പൊരുത്തപ്പെടാത്തയിടത്തേക്കൊന്നും നമ്മൾ പോകരുത്. അള്ളാഹു തആല ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മുടെ കൈകൊണ്ട് നമ്മൾ വാങ്ങരുത്, നമ്മൾ പിടിക്കരുത്. അള്ളാഹു തആല ഇഷ്ടപ്പെടാത്ത, അള്ളാഹു തആല പൊരുത്തപ്പെടാത്ത ഒന്നും നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ കേൾക്കരുത്, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയരുത്, നമ്മുടെ കണ്ണ് കൊണ്ട് നമ്മൾ കാണരുത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയണം. നമ്മെ ഏത് സമയത്തും റഹ്മാനായ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധവും ബോധ്യതയും നമുക്കുണ്ടാകണം. അത്തരത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ സനാബിൽ കുടുംബത്തിലെ മുഴുവൻ സഹോദരങ്ങൾക്കും മുഴുവൻ സഹോദരിമാർക്കും അവർ ഈ നിമിഷം വരെ വന്നു പോയ, ചെയ്തു വന്ന എല്ലാ തെറ്റുകളും, അതെത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. അള്ളാഹുവെ, നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, നിന്നെ വിശ്വസിച്ച ആളുകൾക്ക്, സ്വാലിഹുൽ അമാലുകൾ ചെയ്യുന്ന ആളുകൾക്ക് നീ സ്വർഗം നൽകുമെന്നത് നിന്റെ വാഗ്ദാനമാണല്ലോ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. വിവിധങ്ങളായ പള്ളിപ്പറമ്പുകളിലാണ്, ഖബർസ്ഥാനിയിലാണ്, ബർസഖിയായ ലോകത്താണ്. അള്ളാഹുവെ, അവരുടെ ഖബറുകളെ നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്ത്, മർഹമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളും മരിച്ച് ആ ഖബറിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ ഖബറുകളെയും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അള്ളാഹുവെ, മരിക്കുന്ന സമയം വരെ യഥാർത്ഥ മുസ്ലിമായ ഇസ്സത്തോട്, അഭിമാനത്തോടു കൂടെ ജീവിച്ച് ഈ ലോകത്ത് നിന്ന് കണ്ണടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സന്തോഷത്തോടുകൂടെ റാഹത്തായി അള്ളാഹുവെ കണ്ണടക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ പലരുമുണ്ട് റഹ്മാനെ. ഈ സനാബിൽ ഖുർആൻ പഠന പദ്ധതിക്ക് വേണ്ടി ശാരീരികമായി, സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്, മാനസികമായി പിന്തുണ നൽകുന്നവരുണ്ട്. ഇതിന്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി, ഒരു പരിചയവുമില്ലാത്ത ആളുകൾ പോലും ഇതിന്റെ നല്ല വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ സന്താനങ്ങളെ ഞങ്ങളുടെ കണ്ണിന് കുളിർമയാക്കണം റഹ്മാനെ. അള്ളാഹുവെ, ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളുടെ സന്താനങ്ങളുടെ കാരണത്താൽ ഞങ്ങളെ നീ വഷളാക്കരുത് റഹ്മാനെ. ഞങ്ങളെ നീ ദുനിയാവിലും ആഖിറത്തിലും നീ വഷളാക്കരുത് റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. പ്രത്യേകിച്ചൊരു കാര്യം സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളോട്. നമ്മുടെ സനാബിൽ ഖുർആൻ പഠന പദ്ധതിയുടെ പല സഹോദരങ്ങളും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. പലരുടെയും മാതാപിതാക്കൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ നമ്മുടെ സനാബിൽ ഖുർആൻ പഠന പദ്ധതിയുടെ 1ാം സംസ്ഥാന സംഗമം ഒക്ടോബർ 19-ാം തീയതി വയനാട്ടിൽ വെച്ച്, സുൽത്താൻ ബത്തേരിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രഗത്ഭരാകുന്ന സലഫി പണ്ഡിതന്മാർ പലരും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പലരെയും നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒക്ടോബർ 19-ാം തീയതി നമ്മുടെ സനാബിൽ കുടുംബ സംഗമത്തിൽ എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നിച്ച് കാണാനും സംസാരിക്കുവാനും പരസ്പരം പരിചയപ്പെടുവാനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ വസായിർ അഅമാലിനാ തമ്മ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفره عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.